ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മീഷോന്ന് ഓൾറെഡി വാങ്ങി ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് ഐറ്റംസാണ് കാണിക്കുന്നത്. ഇത് വന്നിട്ട് ഫ്രിഡ്ജ് ഓർഗനൈസറാണ്. നമുക്ക് ഒരുപാട് ഐറ്റംസ് ഇട്ട് വെച്ചിട്ട് നല്ലപോലെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. ഇതിനൊരു മൂടിയൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു കണ്ടെയ്നറിൽ നമുക്ക് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അടിയിലേക്ക് പോയി നല്ല രീതിയിൽ നിൽക്കാൻ പറ്റിയൊരു രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ലൊരു സ്റ്റോറേജിന് അടിപൊളിയാണ്. വെജിറ്റബിൾസൊക്കെ ഇട്ട് വെക്കാൻ നല്ലതാണ്. അതേപോലെ തന്നെ നമുക്ക് 6 എണ്ണം വരുന്ന ഒരു സെറ്റാണ്. ഇത് ഞാൻ ഒരുപാട് ടൈമായി ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ലൊരു പ്രൊഡക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. 275 റുപ്പീസാണ് ഇപ്പം മീഷോയിൽ ഇതിന് റേറ്റ് കാണിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്നത് ഇങ്ങനത്തെ വൈറ്റ് കപ്പാണ്, ടീ കപ്പാണ് വരുന്നത്. അതിന് 6 എണ്ണം വരുന്ന ഒരു സെറ്റ് തന്നെയാണ് ഇതും വരുന്നത്. ഇത് വന്നിട്ട് ഒരു ഗോൾഡൻ ട്രിം ഉണ്ട് മുകളിൽ കൂടി 2 ചെറിയ ലൈനൊക്കെ കൊടുത്തിട്ട് വളരെ ക്ലാസിക് ലുക്കുള്ള ഒരു കപ്പാണ്. ഇത് ഞാൻ ഒരുപാടായി യൂസ് ചെയ്യുന്നു. ഒന്ന് എൻ്റെ കൈമന്ന് പൊട്ടിപ്പോയി, ബാക്കിയൊക്കെ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. 6 എണ്ണം വരുന്ന ഒരു സെറ്റിന് 258 റുപ്പീസാണ് ഈ ഒരു സെറ്റിന് വരുന്നത്. നമുക്ക് ടീ ഒക്കെ കൊടുക്കുമ്പോൾ നല്ല വൈറ്റ് ഗ്ലാസ് കൂടി ആകുമ്പോൾ അതിൻ്റേതായ ഒരു ഭംഗിയുള്ള നല്ല കപ്പാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ക്വാളിറ്റിയും ഉണ്ട്. പിന്നെ വരുന്നത് ഇതേ കപ്പ് വെക്കാൻ വേണ്ടിയിട്ടുള്ള കപ്പ് സ്റ്റാൻഡാണ് വരുന്നത്. ഇത് 150 റുപ്പീസ് 153 അങ്ങനെയാണ് റേറ്റ് വരുന്നത്. നമുക്ക് അത്യാവശ്യം കപ്പുകളൊക്കെ വെച്ച് അങ്ങനെ വെക്കാൻ പറ്റുന്ന നല്ലൊരു കപ്പ് സ്റ്റാൻഡാണ്. അത്യാവശ്യം നീറ്റായിട്ട് നിൽക്കുന്ന കപ്പ് സ്റ്റാൻഡാണ്. ഈ കപ്പ് വാങ്ങിയ സമയത്ത് വാങ്ങിയ കപ്പ് സ്റ്റാൻഡാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല, അതിന് വേറെ കംപ്ലയിൻറ്റ്സ് ഒന്നും ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന കപ്പ് സ്റ്റാൻഡാണ്. 153ക്ക് വെർത്തായിട്ടുള്ള ഒരു സാധനമാണ്. പിന്നെ വരുന്നത് ഇങ്ങനത്തെ ഷെൽഫുകളാണ്. കോർണർ ഷെൽഫ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇതിങ്ങനെ നമുക്ക് ഒരു കിച്ചണിലേതെങ്കിലും ഒരു കോർണറിലേക്ക് വെച്ചിട്ട് നമുക്ക് അതിനനുസരിച്ച് സാധനങ്ങൾ വെക്കാൻ പറ്റുന്ന ഒരു ഷെൽഫാണ്. നമുക്കിതുപോലെ പാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, നമുക്കിനിയിപ്പോൾ വേറെ എന്തെങ്കിലും ബോട്ടിൽസാണ് അതൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളിങ്ങനെ പാനാണ് വെച്ച് കൊടുക്കാറ്. നമ്മുടെ കിച്ചണിന് ഇത് പെർഫെക്റ്റ് ആണ്. ഇതിന് വന്നിട്ട് 215 215 രൂപയാണ് വരുന്നത്. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ ചോപ്പറാണ്. വെജിറ്റബിളും മറ്റു കാര്യങ്ങളൊക്കെ ചോപ്പ് ചെയ്യുന്ന ഒരു ചോപ്പറാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ അതിൻ്റെ ഹാൻഡിലാണ് പ്രസ് ചെയ്യുമ്പോഴാണ് ചോപ്പായിട്ട് നമുക്ക് വെജിറ്റബിൾസ് കിട്ടുക. ബാക്കിയുള്ളത് ഇങ്ങനെ വലിച്ചെടുക്കുന്ന രീതിയിലായിരിക്കുമല്ലോ. അത് വലിച്ചിങ്ങനെ ചെയ്യുമ്പോൾ ചോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കൈവേദന എടുക്കും. ഇത് കൈവേദന കുറച്ചുകൂടി ഒരു കുറവുള്ള ഒരു മോഡലാണ്. ഇതിന് 210 ക്യാഷ് വരുന്നത് പ്രൈസ്. അതും അത്യാവശ്യം വെർത്തായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇത് വന്നിട്ട് ബോട്ടിൽസാണ്, കണ്ടെയ്നർ സെറ്റ്. ഇത് 24 എണ്ണം വരുന്നതാണ്. എല്ലാ കണ്ടെയ്നറും ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടില്ല. 4 ഡിഫറെൻറ്റ് സൈസിൽ വരുന്നുണ്ട്. ചെറിയ സാൾട്ടൊക്കെ ഇടാൻ പറ്റുന്നത്, അതിനേക്കാട്ടും വലുത്, അങ്ങനെ 4 ഡിഫറെൻറ്റ് സൈസിലാണ് ഈ കണ്ടെയ്നർ സെറ്റ് വരുന്നത്. എല്ലാം കൂടി വെച്ചാൽ നീറ്റായിട്ട് നിൽക്കുന്ന ഒരു കണ്ടെയ്നർ സെറ്റാണ്. 24 എണ്ണം. അത് 399 ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ പർച്ചേസ് ചെയ്ത്. ബാക്കിയൊക്കെ മീഷോന്നാണ്. ഇത് അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇപ്പോൾ ഈ മോഡൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. വേറെ പല മോഡൽസുമാണ്. ഇത് ആ സമയത്ത് ഇറങ്ങിയൊരു മോഡലായിരുന്നു ഞാൻ പർച്ചേസ് ചെയ്തിരുന്ന സമയത്ത്. പിന്നെ വന്നിട്ട് ഇതാണ് കിച്ചൺ റാക്കാണ്. ഇത് ഒരുവിധ ആൾക്കാരൊക്കെ കണ്ടിട്ടും പർച്ചേസ് ചെയ്തിട്ടും ഒക്കെ ഉണ്ടാവും. നമ്മുടെ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ചെറിയൊരു റാക്കാണ്. നമുക്ക് ബോട്ടിൽസൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു നല്ല റാക്കാണ്. നല്ല കാണാനും നല്ലതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് നീറ്റായിട്ട് നമുക്ക് എപ്പോഴും വേണ്ട സാധനങ്ങളോ എന്ത് വേണമെങ്കിലും നമുക്ക് വെക്കാൻ പറ്റുന്ന കിച്ചൺ റാക്കാണ്. ഇതിന് 225 റുപ്പീസാണ് ഇതിന് വരുന്നത് പ്രൈസ് വരുന്നത്. നല്ല വെർത്തായിട്ടുള്ളൊരു സാധനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതൊക്കെ നല്ലൊരു പ്രൊഡക്റ്റാണ് ഇതൊക്കെ. പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആരും മറന്നു പോകാതിരിക്കുക. പിന്നെ വീഡിയോ മാക്സിമം ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക.
മറ്റ് വീഡിയോസും കൂടിയൊക്കെ ഒന്ന് കണ്ട് നമുക്കൊരു സപ്പോർട്ട് തരിക. നമുക്ക് സപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ ഇനിയും മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ കാണുമ്പോൾ ഒരു ചെറിയ സപ്പോർട്ട് കൂടി തരിക. ഓക്കെ, നെക്സ്റ്റ് വരുന്ന പ്രോഡക്റ്റ് ഇതാണ്. ഒരു സ്പൂൺ സെറ്റാണ്. 12 സ്പൂണ് വരുന്നുണ്ട്. ഒരു സെറ്റാണ്, ചെറിയ സ്പൂൺ സെറ്റാണ് ഇത്. വുഡൻ സ്പൂണാണ്. നമുക്ക് സ്പൈസസിലൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റുന്ന നല്ലൊരു വുഡൻ്റെ സെറ്റാണ്. 12 എണ്ണത്തിന് 140 രൂപയാണ് വരുന്നത്. ചെറിയ നല്ല സ്പൂൺസാണ്. നല്ല നീറ്റായിട്ട് നിൽക്കും. നമുക്ക് ഒരേ രീതിയിൽ സ്പൂൺസ് അറേഞ്ച് ചെയ്യാനും അല്ലെങ്കിൽ സ്പൈസസിലിടാനും ഒക്കെ വളരെ നല്ലതാണ്. നല്ല നീറ്റായിട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. എനിക്ക് അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ വെള്ളം അധികം തൊടിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇതിനൊക്കെ ചെയ്യേണ്ടത്. കാരണം വുഡാണല്ലോ, പിന്നെ അത് പൂപ്പൽ വരികയൊക്കെ ചെയ്യും. നല്ല കെയർ കൊടുത്ത് കൊണ്ട് നടക്കണം. ഇങ്ങനത്തെ വുഡൻ സ്പൂൺസൊക്കെ ആകുമ്പോൾ നല്ലതാണ്. 140 റുപ്പീസിന് 12 സ്പൂൺ അത്യാവശ്യം നല്ലതായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. വേണ്ടവർക്ക് പർച്ചേസ് ചെയ്യാം. പിന്നെ വന്നത് വുഡൻ്റെ അത്യാവശ്യം വലിയ സ്പൂണിൻ്റെ സെറ്റാണ്. ഇത് വന്നിട്ട് 122 റുപ്പീസേ ഉള്ളൂ. ഞാനിപ്പോൾ അത് യൂസ് ചെയ്യാറില്ല, അതാണ് ഇങ്ങനെ ഞാൻ വാങ്ങി അവിടെ വെച്ചതായിരുന്നു. എനിക്ക് അത്ര ക്വാളിറ്റി ആയിട്ട് തോന്നുന്നില്ല. 120 റുപ്പീസാണ്. വെറുതെ വയ്ക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. പിന്നെ വന്നിട്ട് ഫ്രിഡ്ജിൻ്റെ കവറാണ്. ഇത് തന്നെ നമുക്ക് അടിയിലിടുന്നൊക്കെ വാങ്ങും. ഞാനിത് മുകളിൽ ഫ്രിഡ്ജിൻ്റെ മുകളിൽ സെറ്റ് ചെയ്യുന്ന ഫ്രിഡ്ജ് കവറാണ് വാങ്ങിയത്. ഇത് അത്യാവശ്യം കുറച്ചായി യൂസ് ചെയ്യുന്നു. അത്യാവശ്യം നല്ല ക്വാളിറ്റിയൊക്കെ ഉണ്ട്. 100 റുപ്പീസേ ഈ ഫ്രിഡ്ജ് കവറിനുള്ളൂ. എല്ലാ സൈഡിലും 2-3 പോക്കറ്റ്സൊക്കെ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ലതാണ്. പിന്നെ വന്നിട്ട് ഷൂ റാക്കാണ്. ഷൂ റാക്ക്, ചപ്പൽ റാക്ക് എന്നൊക്കെ പറയാം. അത്യാവശ്യം നല്ലതാണ്. ഇതും മീഷോന്ന് പർച്ചേസ് ചെയ്തിരിക്കുന്ന ഒരു ഷൂ റാക്കാണ്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ വന്നിട്ട് നമുക്ക് വരുന്നത് എന്താ വെച്ചാൽ ഈ ഷൂ റാക്കിൻ്റെ റേറ്റാണ് 193 ആണ് വരുന്നത്. ഈ ഷൂ റാക്കിന് നല്ല ക്വാളിറ്റിയൊക്കെ ഉണ്ട്, നീറ്റായിട്ട് നിൽക്കുന്നുണ്ട്, അത്യാവശ്യം നല്ലതാണ്. പിന്നെ നമ്മൾ ഷൂ ഒക്കെ വലിച്ചു വാരി ഇടുന്നതിനെക്കാട്ടും നല്ലത് ഇങ്ങനെ ഒരു ചെറിയ റാക്ക് വാങ്ങി അതിന്മേലേക്ക് വെക്കുന്നതായിരിക്കും, ചപ്പലൊക്കെ വെക്കുന്നതായിരിക്കും. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയും ഉണ്ട്. നിങ്ങൾ പർച്ചേസ് ചെയ്യാവുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ പറയുന്ന ഷൂ റാക്കും. പിന്നെ വരുന്നത് ഫ്രിഡ്ജ് ഓർഗനൈസറിൽ തന്നെ വേറെ ഒന്നാണ്. ഇത് 4 എണ്ണം വരുന്ന ഒരു സെറ്റായിരുന്നു കേട്ടോ. മീഷോന്ന് തന്നെയാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. എന്നപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.